Stop fearing failure. തോറ്റുപോകുന്നുള്ള പേടി അതിന് വേണ്ട. ഒരു മനുഷ്യൻ്റെ ലൈഫിനകത്ത് ജയവും ഉണ്ടാവും, തോൽവിയും ഉണ്ടാവും. ഒരു മനുഷ്യൻ ഒരിക്കലും ഡയറക്റ്റ് വിജയത്തിലേക്ക് എത്തത്തില്ല. അതിൻ്റെ പിന്നിൽ ആ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവന് ഏറ്റവും അധികം അവനെ പുഷ് ചെയ്യുന്ന, അവന് ഏറ്റവും അധികം പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കണം തോൽവി എന്ന് പറയുന്നത്. തോൽവി ഒന്നിൻ്റെയും ഒരു അവസാനമല്ല, മനുഷ്യ ജീവിതത്തിൻ്റെ അവസാനമല്ല, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ അവസാനമല്ല, മനുഷ്യൻ്റെ ഉയർച്ചയുടെ അവസാനമല്ല, മനുഷ്യൻ്റെ ഒന്നിൻ്റെയും അവസാനമല്ല തോൽവി എന്ന് പറയുന്നത്. തോൽവി എന്ന് പറയുന്നത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തിൻ്റെ? സക്സസിൻ്റെ. നമ്മൾ തോൽവിയെ ഭയന്ന് തുടങ്ങുമ്പോൾ ഈ ഭയം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്ന കാര്യങ്ങളെ തോൽവിയിലേക്ക് നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ കൈപിടിച്ച് നടത്തും. നമ്മൾ പേടിച്ച് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും കംപ്ലീറ്റ് റിസൾട്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ തോൽവിയെ ഭയക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് കാര്യം ചെയ്തിരുന്നാലും അതിനകത്ത് അയാൾക്ക് ശുഭാപ്തി വിശ്വാസം ഇല്ലായിരിക്കും. അത് തോൽക്കുമോ, ഞാൻ ഈ ചെയ്യുന്ന ഇത് തോൽക്കുമോ, ഞാൻ എന്ത് ചെയ്താലും തോറ്റു പോകുമോ എന്നുള്ള ഭയം. പതിയെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾ മടിക്കും. അങ്ങനെ മടിക്കുന്നത് മാത്രമല്ല, ചുറ്റുപാടിൽ നിന്നിട്ട് വിട്ടകന്നു പോകാനും അയാൾ പോലും അറിയാണ്ട് അയാളുടെ മൈൻഡ് അങ്ങനെ അയാളെ പ്രിപ്പയർ ചെയ്തിടുന്നു. എല്ലാം എവിടെ നിന്നാ തുടങ്ങിയേ? തോൽവിയോടുള്ള പേടി. സോ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും ഒരു സക്സസ് പോയിന്റ് ഉണ്ട്. ആ സക്സസ് പോയിന്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എന്നെ പുഷ് ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നതാണ് തോൽവി. നീ അടുത്ത സ്റ്റെപ്പ് വെക്ക്. ഈ സ്റ്റെപ്പ് കുറച്ചുകൂടി നിനക്ക് ബെറ്റർ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ് ഫെയില്യൂർ എന്ന് പറയുന്നത്. അല്ലാണ്ട് അതൊന്നിൻ്റെ അവസാനമല്ല. സോ പ്ലീസ് സ്റ്റോപ്പ് ഫിയർ ഓഫ് ഫെയില്യൂർ.